എന്തേ പഠിക്കാൻ പറ്റണില്ലേ? അല്ലെ ഇതുവരെ പഠിച്ചില്ല എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇനി എത്ര ദിവസമുണ്ട്? പോരെ, ആ ദിവസം തന്നെ ധാരാളമാണോ? നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസ്ട്രാക്ഷൻസ് ഒന്ന് മാറ്റി വെച്ചേ. എന്തായി ഡിസ്ട്രാക്ഷൻസ്? നിങ്ങളുടെ കയ്യിലുള്ള ഫോണൊന്ന് മാറ്റി വെച്ചേ. ഫോൺ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന ഡിസ്ട്രാക്ഷൻസും ഒക്കെ മാറ്റി വെച്ചു. അതിൽ പഠിക്കുവാൻ എന്തോരം കാര്യങ്ങളാണ് ഉള്ളത്. അതൊക്കെ വെച്ചൊന്ന് പഠിക്കാൻ തുടങ്ങിയേ. ഇനി ഒരുപാട് സമയമുണ്ട് കേട്ടോ. നിങ്ങളോട് ആരാ പറഞ്ഞ സമയമില്ലാന്ന്? ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ. ചില വൈകി വന്ന ട്രെയിൻ എന്താക്കുന്നുണ്ട്, സ്റ്റേഷനിൽ എത്താറുണ്ടോ. നിങ്ങളിപ്പോൾ തുടങ്ങിയെന്നല്ല, നിങ്ങൾ ആ പരിശ്രമിക്കുക. നിങ്ങൾ വെറുതെ റിസൾട്ട് ഓർത്ത് ബേജാറാവല്ലേ. നിങ്ങൾ ആ ഉള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനെന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഇന്ന ടോപ്പിക്ക് പഠിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ പ്ലാനിങ്സ് ഒന്നും എടുക്കണ്ട. നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്ന്. അതൊക്കെ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനും നിങ്ങളുടെ മെമ്മറി സ്കില്ലും ഒക്കെ നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പഠിക്കേണ്ട ടോപ്പിക്കൊക്കെ ഒന്ന് റെഡിക്ക് നല്ല ടേബിളാക്കി വെച്ചിട്ട് എന്താക്കുക, ഇന്ന ദിവസം ഇന്ന് പഠിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയേ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ ഫോക്കസ് ചെയ്ത്, അല്ലാതെ റിസൾട്ട് എന്നോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ എന്താക്കുക, ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് എന്താക്കുക, നിങ്ങൾ പഠിക്കുക. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവിടാ. സോ നിങ്ങൾ എന്താക്കണ്ട, ഒന്നും പേടിക്കേണ്ട. മര്യാദക്ക് പോയിരുന്ന് പഠിച്ചോ. എന്തേ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വീണ്ടും ചിന്തിക്കണുണ്ടോ? ഒന്നുമില്ല. എൻ്റെ ഇപ്പോൾ 3 ശ്വാസം എടുത്താൽ മതി, ഒക്കെ ശരിയായിക്കോളൂ. എന്തെടുത്തോളെ? 1 2 3. എന്നിട്ട് എന്താക്കുക, പോയിരുന്ന് പഠിക്കുക. ഒക്കെ ശരിയാവും. എല്ലാം ഉണ്ട്. നിങ്ങൾ റിസൾട്ട് ഓർത്ത് ബേജാറേ ആവണ്ട. ഓവർ ടെൻഷനും അടിക്കണ്ട. അത്രയേ ഉള്ളൂ.